ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ ഓണമായിട്ട് എല്ലായിടത്തും സാരി ഉടുക്കലായിരിക്കുമല്ലേ, സെറ്റ് സാരി അല്ലെങ്കിൽ പട്ട് സാരി. ഓണമാകുമ്പോൾ കുട്ടികൾ, കോളേജിലെ കുട്ടികളും സ്കൂളിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഉടുക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ. അല്ലാതെ മുതിർന്നവരും എല്ലാവരും, ജോലിക്കാരും എല്ലാവരും ഇങ്ങനെ സാരി ഉടുക്കലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സാരി ഉടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. മലയാളികളായിട്ടുള്ള എല്ലാ സ്ത്രീകളിലും സാരി ഉടുക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ മിക്കവാർക്കും സാരി ഉടുക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏത് സാരി വേണമെങ്കിലും, ഇപ്പോൾ സെറ്റ് സാരി ആയാലും പട്ട് സാരി ആയാലും കട്ടിയുള്ള സാരി ആയാലും ജോർജറ്റ് സാരി ആയാലും ഷിഫോൺ സാരി ആയാലും ഏത് സാരി ആയാലും നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയ 2 ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് പല്ലുവിൻ്റെ അവിടെയും ആണ് പ്ലീറ്റ് വേണം, നമ്മുടെ സെൻറ്ററിലും പ്ലീറ്റ് വേണം. അതാണല്ലോ സാരി ഉടുക്കണം എന്ന് പറയുമ്പോൾ 2 സ്ഥലത്ത് നമുക്ക് പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്യലാണ് സാരി ഉടുക്കലിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് രണ്ടും ഈസിയാക്കാൻ പറ്റിയ 2 ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റിയ സൂപ്പർ ട്രിക്കാട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ സാധാരണ നമ്മൾ സാരി ഉടുത്തിട്ട് പ്ലീറ്റ് എടുക്കാൻ അറിയാവുന്നവർക്ക്, അതായത് മുകളിലെ പ്ലീറ്റാണ് മിക്കവാറും ശരിയായി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്, ഈ പല്ലുവിൻ്റെ പ്ലീറ്റ്. അത് എടുക്കാനും പിന്നെ സെൻറ്റർ പ്ലീറ്റ് എടുക്കാനൊക്കെ ഈസി ആയിട്ട് അറിയാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പ്രീ പ്ലീറ്റഡ് ആണ് ഈ സാരി. അപ്പോൾ നമുക്കിതിങ്ങനെ പ്രീ പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോവാൻ ധൃതി പിടിച്ച് നമ്മൾ എവിടേക്കെങ്കിലും ഇറങ്ങണ സമയത്ത് സാരി ഉടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പ്ലീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. പിന്നെ നമ്മൾ അതൊക്കെ മാറ്റിയിട്ടിട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും. അതേസമയം ഇത് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സാരി ഉടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ. നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ സാരി ഉടുക്കാൻ പറ്റും ഇതുപോലെ നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ് എടുക്കാണല്ലോ ചെയ്യുന്നത്. പ്ലീറ്റ് എടുത്തിട്ട് ഇപ്പോൾ പ്ലീറ്റ് എടുക്കാൻ അറിയാവുന്നവർക്ക് ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് ഇതുപോലെ കുത്തി വയ്ക്കുക, പിൻ കുത്തുക. അതുപോലെ പല്ലുവിൻ്റെ അവിടെയും പ്ലീറ്റ് എടുത്തിട്ട് പിൻ കുത്തിയിട്ട് ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്ലീറ്റ് ചെയ്ത് നമ്മൾ വയ്ക്കലാണ്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കണത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ സാരി ഒന്ന് തേച്ചെടുക്കാനായിട്ടോ പോണത്. അപ്പോൾ ഏത് സാരി എടുത്താലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുക്കണത് നന്നായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ സാരി ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ തേക്കുമ്പോൾ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തേക്കണം കേട്ടോ. ഇപ്പോൾ ഒരു തേപ്പൂട്ടിയുടെ ഇതനുസരിച്ച് സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം തേക്കാൻ. ചിലതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, നൈലോൺ, സിൽക്ക്, പോളിസ്റ്റർ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ള തേപ്പൂട്ടികളാണെങ്കിൽ അത് നോക്കിയിട്ട് ആ രീതിക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തേച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ ഓടിച്ചിട്ടൊന്ന് തേച്ചെടുക്കുക. വലിയ ചൂട് കൊടുത്തിട്ട് അങ്ങനെ തേക്കൊന്നും വേണ്ട, ഒന്ന് ഓടിച്ചെടുത്ത് തേച്ചെടുക്കുക. ഇനി നമുക്ക് പല്ലുവിൻ്റെ അവിടെയുള്ള പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സാരിയുടെ നല്ല വശം അടിയിലേക്ക്, അതായത് നമ്മുടെ തേക്കാനിട്ടേക്കണ തുണിയിൽ മുട്ടണ വിധത്തിൽ നല്ല വശവും അതിൻ്റെ മുകളിലിരിക്കണ വശം ചീത്ത വശം കേട്ടോ. അപ്പോൾ നമ്മുടെ സാരിയുടെ ചീത്ത വശം ഇതും നല്ല വശം ഇതുമാണ്. ആ രീതിയിൽ നമ്മൾ സാരീനെ നിവർത്തിയിട്ടേക്കാണ്. ഇനി ഈ സാരിയുടെ എത്രയാണോ നമുക്ക് പ്ലീറ്റ്, ഇപ്പോൾ ചിലർക്ക് ചെറിയ ചെറിയ ഞെറിവുകൾ എടുക്കണതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വീതി ഉള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെയും വീതിക്ക് അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ പ്ലീറ്റ് ഇവിടെ എടുത്തു വയ്ക്കുക. ആദ്യത്തെ പല്ലുവിൻ്റെ അവിടെ തന്നെ ആദ്യത്തേത് നമ്മളിവിടെ എടുത്തു വയ്ക്കുക. അപ്പോൾ ആദ്യം എടുക്കണ പ്ലീറ്റ് ഇപ്പോൾ വീതി കുറഞ്ഞെടുക്കണവരായാലും വീതി കൂടി എടുക്കണവരായാലും എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 1 ഇഞ്ച് കൂട്ടി വേണം കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ മടക്കിയിടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ഞാൻ കുറച്ച് വീതിയുള്ള തരത്തിലുള്ള പ്ലീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അളവിനനുസരിച്ചിട്ടുള്ളത് ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആ പ്ലീറ്റിൻ്റെ സൈഡിൽ നല്ല പോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് നമ്മളിങ്ങനെ തേച്ച് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് ഇതുപോലെ എത്രയാണോ നീളം, ഇപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ് എടുക്കാൻ നേരത്ത് നമ്മൾ പല്ലുവിൻ്റെ ഇവിടെ കുത്തൂലേ, ആ കുത്തിയിട്ട് നമുക്ക് താഴേക്ക് സാരിയുടെ എന്തോരം തുമ്പ് നീണ്ട് കിടക്കണോ അത്രയും തന്നെ വീണ്ടും ഈ സാരിയുടെ അകത്തേക്കും കൂടി കൂടുതലായിട്ട് നമ്മൾ പ്ലീറ്റ് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ അളവിൽ വേണം നമ്മൾ തേച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ അങ്ങേയറ്റത്ത് കിടക്കുന്ന സാരിയുടെ തുമ്പുണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്ത പ്ലീറ്റിൻ്റെ മടങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് വച്ചിട്ട് ആ സൈഡ് തേച്ച് കൊടുക്കുക. അതായത് ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ തേക്കാൻ പോണത്. നമ്മളിവിടെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ, ഇത് അപ്പുറത്തെ സൈഡാണ്, ആ സൈഡിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഒപ്പത്തിനൊപ്പം നമ്മുടെ സാരി നേരെ ആദ്യത്തെ പ്ലീറ്റിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് ആ മടക്ക് ഭാഗത്ത് അപ്പുറത്തെ സൈഡിൽ നമ്മളിതേ തേച്ച് കൊടുക്കുകയാണ്. അതായത് സാരി മടക്കി മടക്കി തേച്ചെടുക്കാനാണ് പോണത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഇപ്പുറത്തേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് തേക്കുക. ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ തേക്കണത്, അത് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ വീണ്ടും ഇതിങ്ങനെ മടക്കി ആദ്യത്തെ ആ പ്ലീറ്റിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അങ്ങേറ്റത്തെ സൈഡാണ് ഇപ്പോൾ തേക്കാൻ പോണത്.
അങ്ങനെ വീണ്ടും തേക്കുക, വീണ്ടും മടക്കുക. അങ്ങനെ നമ്മുടെ നീളത്തിനനുസരിച്ച് ലാസ്റ്റ് തീരണത് വരെ മടക്കി തേച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ പല്ല് തേക്കുമ്പോൾ നമ്മൾ ആദ്യത്തേത് കുറച്ച് വീതി കൂട്ടിയിട്ടിട്ടുണ്ടാവുമല്ലോ പ്ലീറ്റ്. അപ്പോൾ അതിങ്ങനെ മടങ്ങി പോകുന്ന പേടിയുണ്ടെങ്കിൽ നമ്മൾ പയ്യെ ഇങ്ങനെ കൈ കൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റത്തത് മടക്കി ഒന്നും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. അത് വീതി കുറഞ്ഞ പ്ലീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല സാധാരണ. ഇതിപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മൊത്തം തേച്ച് കഴിഞ്ഞു. ആ തേച്ചത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ. ഇത് ഇനി നമ്മൾ നിവർത്തിയിടാനാണ് പോണത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലീറ്റ് അവിടെ ഇരുന്നോട്ടെ, ബാക്കി നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടയാളം കണ്ടോ തേച്ചതിൻ്റെ, ആ അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ അടയാളമാണ് ഇന്ന് നമ്മൾ പ്ലീറ്റാക്കി എടുക്കണത്. അതാണ് നമ്മുടെ ട്രിക്ക്. അപ്പോൾ ദേ ആ ആദ്യത്തെ പ്ലീറ്റിൻ്റെ അവിടെ 2 കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഉള്ളിൽ കാണിച്ച അടയാളം അതിൻ്റെ മടങ്ങിയ വശം ഇപ്പോൾ പുറത്ത് കാണാൻ പറ്റും. അത് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടില്ലെങ്കിലും ഈ വശത്തിൻ്റെ അടിവശത്തായിട്ടാണ് ഞാനിപ്പോൾ പോണത്. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ പ്ലീറ്റ് എടുത്തിട്ട് ആ അടിയിൽ കണ്ട അടയാളത്തുമായിട്ട് കയറ്റി വെച്ചു. വീണ്ടും ആ 2 പ്ലീറ്റും കൂടി ഒരുമിച്ച് കൈ കൊണ്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ സാരി ഉയർത്തി നോക്കുമ്പോൾ അടിയിലൊരു തേച്ചതിൻ്റെ അടയാളം കാണും, അതിലേക്ക് കയറ്റി വയ്ക്കും. വീണ്ടും അങ്ങനെ റിപ്പീറ്റ് അടിച്ച് ലാസ്റ്റ് നമ്മുടെ ഈ സാരി തീരണത് വരെ ആ അടയാളത്തുമായിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര പ്ലീറ്റാണോ, ചെറുതാണെങ്കിൽ കുറച്ചധികം കിട്ടും, വലുതാണെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത പ്ലീറ്റിനനുസരിച്ച് അടയാളം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. ലാസ്റ്റത്തെ അതാവുമ്പോൾ ഒറ്റയായിട്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എടുക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടോ. ആ കസവിൻ്റെ അവിടെ വെച്ചിട്ട് ലാസ്റ്റത്തെ പ്ലീറ്റും കൂടി കിട്ടും. അപ്പോൾ 2 കൈയും വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കണത്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണം, ഇതിങ്ങനെ കാണിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പാകത്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇത്രയും പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല കട്ടിയൊക്കെ ഉള്ള സാരി ആണെങ്കിൽ ഈ പ്ലീറ്റ് ഇങ്ങനെ പെട്ടെന്നൊന്നും ഇങ്ങനെ പൊന്തിയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി നീളത്തിൽ അറ്റം വരെ നമുക്ക് കുറേ പ്ലീറ്റ് എടുക്കണമല്ലോ. അതായത് പല്ലു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലേക്ക് എത്രയാണോ നീളം ഇടണത് അത്രയും വേണം. അതിൻ്റെ അത്രയും തന്നെ നമ്മൾ ഉള്ളിലേക്കും കൂടി എടുക്കണ്ട കേട്ടോ. കുറച്ചധികം നീളത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കണം. കുറച്ചധികം തന്നെ പിൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പോഴാണ് നമ്മൾ സാരി ലാസ്റ്റ് പിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇത് കിട്ടും. ഉള്ളിലേക്ക് കുറേയും കൂടി കയറ്റി എടുക്കണം. അപ്പോൾ കണ്ടോ, ഞാൻ എൻ്റെ പല്ലുവിൻ്റെ സൈഡ് ഇത്ര വരെ മതി എനിക്ക്. അവിടെ ഞാൻ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒത്തിരി ഇങ്ങോട്ട് നീട്ടി പിൻ അകത്തേക്ക് ഇതുപോലെ തേച്ച് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ സൈഡൊക്കെ നമ്മൾ കുത്തിയിട്ട് വരുമ്പോൾ നമ്മുടെ 2 സൈഡിലായിട്ട് ഇങ്ങനെ നല്ല ഞെറിവോടുകൂടി അത് കിട്ടും കേട്ടോ. എല്ലാം സാരി ഉടുത്ത് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ അതങ്ങനെ ആ പിന്നിൽ ടച്ച് ചെയ്യാതെ ഒന്നങ്ങനെ തേച്ച് വെച്ചേക്കാം. ഞാനിപ്പോൾ 3-4 സ്ഥലത്ത് പിന്നൂത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പല്ലുവിൻ്റെ ഇവിടെ മാത്രം ആണ് പ്ലീറ്റ് എടുക്കാൻ ഉള്ളെങ്കിൽ ഇപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സാരി ഉടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ധൃതി പിടിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്താൽ ഈ സൈഡിൽ പിൻ ചെയ്യൽ ശരിയാവില്ല. എത്ര ഉടുക്കാൻ അറിയാവുന്നവർക്കും ധൃതിയോടുകൂടി ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ ഒരു പ്ലേറ്റ് എങ്ങാനൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. പിന്നെ അത് ശരിയാക്കണമെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ആ പിൻ അവിടെ നല്ല സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. എത്ര പ്ലേറ്റ് വേണമെങ്കിലും നമുക്കവിടെ അഴിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ സാരി ഉടുക്കുകയാണ്. അപ്പോൾ ഇനി നടുവിലുള്ള സെൻറ്ററിൻ്റെ പ്ലീറ്റ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ സാരി ഒന്ന് ഉടുത്ത് നോക്കണതാണ്. അപ്പോൾ നമുക്ക് ഈ സാരിയുടെ നടുവിൽ എത്ര വേണം പ്ലീറ്റ് എന്ന് അറിയണമെങ്കിൽ നമുക്കിതാ ഇപ്പോൾ ഈ വിട്ട് കിടക്കണ എത്രയും ഉണ്ട്, ആ റൗണ്ടിൽ കിടക്കണ അത്രയും ഭാഗത്താണ് എനിക്ക് പ്ലീറ്റ് വേണ്ടത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഉടുത്ത് നോക്കണതാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ പ്ലീറ്റ് തുടങ്ങേണ്ടത് അവിടെയും എവിടെ വെച്ചിട്ടാണോ പ്ലീറ്റ് തീരേണ്ടത് അവിടെയും 2 അടയാളം വേണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാരി വെച്ച് നോക്കിയത്. അപ്പോൾ തുടങ്ങണ സ്ഥലത്തും തീരണ സ്ഥലത്തും ഞാൻ ഓരോ പിന്ന് കുത്തി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് പ്ലീറ്റ് എടുക്കണുണ്ട്. ഇപ്പോൾ പ്ലീറ്റ് എടുക്കാൻ അറിയാവുന്നവർക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീ പ്ലീറ്റഡ് സാരി ആവും. ഇത് തന്നെ നമുക്ക് ഈ സാരി തന്നെ നമുക്ക് തയ്ച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇത് ചിലരിപ്പോൾ ഇങ്ങനെ ഒരു സ്കേർട്ട് സാരി പോലെ
കട്ട് ചെയ്തിട്ടൊക്കെ തയ്ച്ച് വയ്ക്കും. ഇത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെയും തയ്ച്ച് വയ്ക്കാൻ പറ്റും. അത് ഇപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മൾ സാരി റെഡി ടു വിയർ ആക്കിയിട്ട് മാറ്റണേന്ന്. അതായത് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യേണ്ടി വരില്ല. വെറുതെ എടുത്ത് അങ്ങോട്ട് കുത്തി ഉടുത്തിട്ട് പോകാൻ പറ്റും. ആ രീതിക്ക് നമുക്ക് ഈ സാരി ഏത് സാരി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനത് രണ്ടും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പിൻ ചെയ്തെടുത്തതാണ്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പല്ലുവിൻ്റെ അവിടെ പിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാരി പിന്നെ നമ്മൾ സെൻറ്ററിൽ പിൻ ചെയ്യാൻ നേരത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ പ്ലീറ്റുകൾ. നമുക്ക് അറിയാവുന്നവർക്ക് ഇനി ഇവിടെ പിന്നെ അങ്ങോട്ട് കുത്തി കൊടുത്തിട്ട് ഈ പ്ലീറ്റ് എടുത്ത് നമ്മുടെ പാവാടയുടെ ഉള്ളിലേക്ക് കുത്തി കഴിഞ്ഞാൽ സാരി ഉടുക്കൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പല്ലുവിൻ്റെ സെൻറ്ററിൽ പ്ലീറ്റ് എടുക്കണത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ട്രിക്ക് കാണിച്ചു തരാം. ഈ സെൻറ്ററിൽ നമ്മളിപ്പോൾ ഒരു അടയാളം കൊടുക്കാം. ഞാൻ അവിടെ ഒരു പിന്ന് വെറുതെ കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ അത് എവിടെ നിന്നാണ് നമുക്കിനി പ്ലീറ്റ് തുടങ്ങണത് അതാണ് ആ അടയാളം. പിന്നെ ഇനി എവിടെ വെച്ചിട്ടാണോ ഈ പ്ലീറ്റ് അവസാനിക്കുന്നത് അവിടെ 2 സ്ഥലത്ത് ഞാൻ ഓരോ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇത് ഞാനിപ്പോൾ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്ത പ്ലീറ്റാണ്. അത് ഞാൻ അങ്ങോട്ട് അഴിച്ച് കളയാണ്. ഇനി അവിടെ പ്ലീറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി ആ സാരി മൊത്തത്തിൽ അങ്ങോട്ട് വിടർത്തിയിടുക. അപ്പോൾ നമുക്ക് സാരിയുടെ പ്ലീറ്റ് സെൻറ്റർ പ്ലീറ്റ് തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതുമായ സ്ഥലത്ത് നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട് ഓരോ പിന്നെ. അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കി ഞാൻ സാരി മൊത്തത്തിൽ വിടർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ടേബിളിൽ കൊണ്ടുവന്നിട്ട്. ഇനി പ്ലീറ്റ് എടുക്കാനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ വണ്ണം കുറഞ്ഞ ആളാണെങ്കിൽ 10 മാർക്ക് ചെയ്യണം കേട്ടോ. വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ 12 അങ്ങനെയാണ്. അപ്പോൾ അതായത് സാരിയുടെ എവിടെയാണോ പ്ലീറ്റ് ആരംഭിക്കേണ്ടത് അവിടെ നമ്മളൊരു പിന്ന് കുത്തിയിട്ടുണ്ടല്ലോ, ആ പിന്നിൻ്റെ അവിടെ നിന്ന് 10 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 10 മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 മാറും. നമ്മുടെ ഒരു പ്ലീറ്റാണത്. അപ്പോൾ 10ൻ്റെ പകുതി 5 ഇത്രയും. ഇപ്പോൾ ഈ ടേപ്പിൻ്റെ ഇത്രയും വീതിക്കാണ് ആ ഒരു പ്ലീറ്റ് കിട്ടണത്. അപ്പോൾ വണ്ണമുള്ള ആളാണെങ്കിൽ 12 എടുക്കുക. അപ്പോൾ അത് നമ്മൾ മടക്കുമ്പോൾ 6 ആ ഒരളവിന് നമ്മുടെ പ്ലീറ്റ് കിട്ടും. കണ്ടോ? ഇതുപോലെ ഓരോ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ 10 മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഒരു പ്രാവശ്യം 10 മാർക്ക് ചെയ്തു, അവിടെ ഒരു അടയാളം കൊടുത്തു, വീണ്ടും ആ അടയാളത്തുമേന്ന് വീണ്ടും ടേപ്പ് വെച്ചിട്ട് 10 ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക, അവിടെ അടയാളം കൊടുക്കുക. അങ്ങനെ 10 10 10 അടയാളം കൊടുക്കുക. 12 വേണ്ടവർക്ക് 12. അപ്പോൾ എങ്ങനെയാണോ എടുക്കുന്നത് ആ രീതിക്ക് തീരണവരെയും അടയാളം കൊടുക്കുക. ഞാനിപ്പോൾ 10 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ പിന്നിൻ്റെ അവിടെ നിന്ന് 10 മുതൽ അളന്നിട്ട് എൻ്റെ ചെയ്യണ പിന്ന് വെച്ചിട്ടുണ്ടല്ലോ അവിടം വരെ ഇങ്ങനെ 10 10 10 എന്ന് അളന്ന് പോവാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ 10 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 10 കിട്ടില്ല. 18 മൊത്തത്തിൽ കിടക്കുന്നത്. അതായത് 20 വന്നാലാണല്ലോ അടുത്ത 10 കൂടി കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ എടുത്ത ആ 10 തന്നെ അളന്ന് അവിടെ ഇട്ടേക്കുക. ബാക്കി അത് നമ്മുടെ പല്ലുവിൻ്റെ സൈഡിലേക്ക് പോണ ഭാഗമാണ്. അവിടെ ഇപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും വിഷയമല്ല കേട്ടോ. 12 എടുത്താലും അതേപോലെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിൽ അടയാളപ്പെടുത്തിയില്ലേ, അത് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും അടയാളപ്പെടുത്തിയാണ് പോയേക്കണത്. 10 10 10 എന്നുള്ള അളവ് ഈ സൈഡിലും എടുത്തിട്ടുണ്ട്, ആ സൈഡിലും എടുത്തിട്ടുണ്ട്. ഇത് സാരിക്ക് വീതി കൂടുതലാണല്ലോ, അപ്പോൾ ക്യാമറ അത്ര അങ്ങോട്ട് എത്തൂല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അപ്പുറത്തെ വശത്തൊന്നും കൂടി ചെയ്ത് കാണിച്ചതാട്ടോ. ഇപ്പോൾ 2 സൈഡിലും 10 10 എന്ന് അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് പരിപാടി. ഇനി നമ്മൾ ഈ പല്ലു മാർക്ക് ചെയ്ത ഭാഗമാണല്ലോ കാണുന്നത്, അതങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേറ്റത്ത് സാരി ഉടുക്കണ ഭാഗവും. അപ്പോൾ ഈ സാരി ഉടുക്കണ ഭാഗത്തിൻ്റെ ആദ്യം നമ്മൾ കുത്തിയ പിന്നുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ 10ൻ്റെ ഒരടയാളം കാണാനുണ്ട്. ആ 10 ഈ നമ്മളൊരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പുറ സൈഡിലും നമ്മൾ 10 അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതും കൂടി എടുക്കുക. അപ്പോൾ 2 സൈഡിൽ നിന്നും ആ 10 10 അടയാളപ്പെടുത്തിയ ആ ചോക്കിൻ്റെ അടയാളത്തിൽ നിന്ന് 2 സൈഡിലും കൈ പിടിച്ചിട്ട് നേരെ ഒരു പ്ലീറ്റാക്കി മറിച്ചിട്ട് ആദ്യത്തെ പിന്നിൻ്റെ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഇതുപോലെ ആദ്യത്തെ മാർക്ക് അവിടെയുണ്ട്, രണ്ടാമത്തെ മാർക്ക് നമ്മൾ എടുത്തിട്ട് ആദ്യത്തെ മാർക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ നടുക്ക് ഒരു പ്ലീറ്റായി. ഇനി അതേപോലെ തന്നെ അടുത്ത ഭാഗത്ത് ഇതേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 10 10, അതും ഇതുപോലെ 2 കൈ കൊണ്ട് കൊടുത്തിട്ട് മടക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആ പ്ലീറ്റ് വെച്ചതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്ലീറ്റാണത്. അങ്ങനെ നമ്മൾ തീരണ വരെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്ര പ്ലീറ്റ് കിട്ടുമോ അത്രയും നമ്മളിതുപോലെ മടക്കി മടക്കി അങ്ങനെ വെച്ച് കൊടുക്കുക.
ഈസി അല്ലേ. നമുക്ക് എത്ര പ്ലീറ്റ് എടുക്കാൻ അറിയാത്തവർക്കും നമ്മൾ സാധാരണ നിന്നിട്ട് നമ്മൾ സാരി ഉടുക്കുമ്പോൾ പ്ലീറ്റ് എടുത്ത് മുകളിൽ കുത്തി കഴിഞ്ഞിട്ട് താഴെയൊക്കെ സ്റ്റഡി ആക്കി എടുക്കാനൊക്കെ വേറൊരാളുടെ സഹായം വേണം. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴെയും മുകളിലും ഒപ്പത്തിനൊപ്പം ഇതുപോലെ പ്ലീറ്റ് എടുത്ത് പോവാണ്. അപ്പോൾ മുകളിൽ ഒരു പിന്ന് കുത്തി വെച്ചേക്കുക, താഴെയും ഒരു പിന്ന് കുത്തി വെച്ചേക്കുക, സെൻറ്ററിലും ഒരു പിന്ന് കുത്തി വെച്ചേക്കുക. ആ പ്ലീറ്റ് അവിടെ ഇരുന്നോളൂ കേട്ടോ. നമുക്ക് ആവശ്യം പോലെ അഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ പ്ലീറ്റ് എടുക്കണ പരിപാടി ഇത്രയും സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് എത്ര അറിയാത്ത കുട്ടികൾക്കും പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഈ പ്ലീറ്റ് എടുക്കാനാണല്ലോ നമുക്ക് സാരി ഉടുക്കാൻ ഈ ബുദ്ധിമുട്ട് വന്നതും. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ദേ കുറേ പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്നൊന്നിൻ്റെ മുകളിൽ ഈക്വലായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴെയും മുകളിലും സെൻറ്ററിലും ആയിട്ട് പിൻ ചെയ്തിടാം. അപ്പോൾ ഇത് ഇഷ്ടം പോലെ പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കുത്തി കൊടുത്ത പിന്നെ ഇത് നമ്മൾ തുടക്കത്തിലും കുത്തിയ പിന്നെ ആ 2 പിന്നുകളാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണത്. ഇനി അത് കഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് എല്ലാ പ്ലീറ്റും കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് നമ്മുടെ പല്ലുവിൻ്റെ പിന്നെ ബാക്കി കുറച്ച് സ്പേസ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നടുക്ക് നമ്മളിപ്പോഴത്തെ സെൻറ്റർ പ്ലീറ്റ് അതാണിപ്പോൾ കാണുന്നത്, അവിടെ നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ പിന്നുകളിൽ ടച്ച് ചെയ്യാതെ വേണമെങ്കിൽ ഒന്ന് തേച്ചും കൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ ഇത് രണ്ടും പിന്നയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രീ പ്ലീറ്റ് ചെയ്യുന്ന രീതി. ഇനി ഇത് നമ്മൾ നീറ്റായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ സാരി ഉടുക്കാൻ തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഉടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഞാൻ എൻ്റെ സാരി ഒന്ന് ഉടുത്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ മുകളിൽ തന്നെയായിട്ട് ഉടുത്ത് കാണിക്കണേ. എനിക്ക് അല്ലാതെ ഇങ്ങനെ സാരി ബ്ലൗസും പാവാടയൊക്കെ ഇട്ടിട്ട് ഉടുത്ത് കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ മുകളിൽ തന്നെ ഈ പാവാട ഒന്ന് ഉടുത്തിട്ട് കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ചിലർക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതെങ്ങനെ ഉടുക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കണത്. ഞാനാണെങ്കിലും ഒരു വീഡിയോയൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോടാ അതും കൂടി ഒന്ന് കാണാമായിരുന്നു എന്നങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉടുത്ത് കാണിക്കണത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഉടുക്കുമ്പോൾ നമ്മൾ ആ സെൻറ്റർ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടില്ലേ, അതിങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ തുണിയുടെ സാരിയുടെ ബാക്കി എടുത്ത് കൊടുക്കാൻ. ആദ്യമേ തന്നെ നമ്മൾ സാരി സാധാരണ ഉടുക്കാൻ വേണ്ടി നടുവിൽ ഇങ്ങനെ കുത്തുന്ന പോലെ കുത്തരുത്. നമ്മൾ ഈ പ്ലീറ്റ് നമ്മുടെ പൊക്കിളിൻ്റെ അവിടെ വെച്ച് നോക്കിയിട്ട് ബാക്കി വന്ന പീസ് വേണം റൗണ്ട് അടിച്ച് നമുക്ക് ഉള്ളിൽ കുത്തി കൊടുക്കാൻ. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് ലൂസായി പോകും. അപ്പോൾ നമുക്ക് കൂടുതലോ കുറവോ എത്രയായാലും അതിൻ്റെ ഉള്ളിലേക്ക് അത് പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒന്നുമില്ല, ഇനി ഇതേ പ്ലീറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മുടെ പല്ലുവിൻ്റെ പ്ലീറ്റ് എടുത്ത് നമ്മൾ വെച്ചിട്ടില്ലേ, അതൊന്ന് കറക്കി കൊണ്ടുവന്നിട്ട് ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം തന്നെ ഇതേ സാരിയുടെ ഉടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നടുക്ക് കണ്ടോ നമ്മളിപ്പോൾ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കണത്, അത് നമ്മൾ പല സ്ഥലത്തായിട്ട് പിന്ന് കുത്തിയേക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ താഴത്തെ പിൻ ചെയ്തത് അങ്ങോട്ട് അഴിച്ചിട്ടേക്കാം. എന്നിട്ട് നമ്മുടെ ഇറക്കത്തിനനുസരിച്ച്, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറയട്ടെ, ചെരുപ്പിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ സാരി ഉടുക്കാൻ നിൽക്കാനായിട്ട്. എപ്പോഴായാലും നമ്മൾ സാരി ഇപ്പോൾ ഹീലുള്ള ചെരുപ്പായാലും ഹീലില്ലാത്ത ചെരുപ്പായാലും എങ്ങനത്തതായാലും സാരി ഉടുക്കുമ്പോൾ ഏത് ചപ്പലിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോണത് ആ ചപ്പലിട്ടിട്ട് വേണം സാരി ഉടുക്കാൻ. എന്നിട്ട് ദേ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടുവിൽ നമ്മുടെ സ്കേർട്ടിനോട് ചേർത്ത് ഇതൊന്ന് ഈ ബോർഡർ സൈഡിൽ നമ്മുടെ ബോർഡർ വരാൻ പാകത്തിന് സ്കേർട്ടിലേക്ക് ചേർത്ത് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അവിടെ നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ. അത് ഇച്ചിരി താഴേക്ക് ഇറക്കി നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്തുനിന്ന് വയറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഇറക്കിയിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ പാവാടയിലേക്ക്. കണ്ടപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ പിൻ ചെയ്തു. പിന്നെ നമ്മുടെ ഈ ബാക്കി തന്നെ പ്ലീറ്റ് എടുത്ത ഭാഗം എത്രയാണോ നമ്മുടെ ഇറക്കം അതിനനുസരിച്ച് മടക്കി പാവാടയുടെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പിന്നൊക്കെ ഇനി അഴിച്ചു കളയാം കേട്ടോ. ഇനി ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ കുറച്ച് എക്സ്ട്രാ, അതിങ്ങനെ വലിച്ച് ബാക്കിലേക്ക് വലിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിലെ ഇറക്കം നോക്കിയിട്ട് അതിനനുസരിച്ച് പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പല്ലുവിൻ്റെ ഇവിടെ വളരെ നീട്ടിയാണ് നമ്മൾ പിൻ ചെയ്തിട്ടേക്കണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പിന്ന് കാണും, അതൊക്കെ ഇങ്ങനെ അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ അഴിച്ചെടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബാക്കിലേക്ക് നല്ല ഫ്രില്ലുകൾ ഇങ്ങനെ വരും. അങ്ങനെ കൂടുതൽ ഫ്രില്ലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പിൻ ചെയ്ത് വെച്ചത്.
അപ്പം നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവിടെ ഇഷ്ടം പോലെ പ്ലേറ്റുകൾ ഇങ്ങനെ വരും കേട്ടോ സൈഡിൽ. ഇനി നമ്മുടെ ഫ്രണ്ടിൽ എത്രയാണോ പ്ലേറ്റിൻ്റെ നീളം ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പിൻ ചെയ്യാൻ ഇഷ്ടം അവിടെയൊക്കെ നിങ്ങൾ പിൻ ചെയ്ത് കൊടുത്തോളാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ. ഈസി അല്ലേ. നമ്മൾ ഇതേ പ്ലേറ്റ് ചെയ്തത് ഫ്രണ്ടിലെടുത്ത് കുത്തി ഷോൾഡറിൽ എത്രയാണോ ഇറക്കാൻ വേണ്ട അതിനനുസരിച്ച് അവിടെയും കുത്തി കൊടുത്തു. പ്ലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. എൻ്റെ പൂച്ചക്കുട്ടിയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ചുറ്റിനും നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ നടക്കണതിനനുസരിച്ച് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഞൊറിവുകൾ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളിങ്ങനെ നടക്കണതനുസരിച്ച് തന്നെ വന്നോളും. ഇനി അതിന് വേണ്ടിയിട്ട് അവിടെ പിന്നൂത്തി കൊടുക്കാനോ ഒന്നിനും പോകണ്ട. നമ്മളിതിങ്ങനെ ചെയ്തേക്കണോണ്ട് തന്നെ നമ്മുടെ പ്ലീറ്റിങ് നേരത്തെ നമ്മൾ നീളത്തിൽ ചെയ്ത് വെച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നടക്കണതനുസരിച്ച് പല പല ഷേപ്പിൽ അങ്ങനെ ഫ്രില്ല് വരും കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ. ഞാനിപ്പോൾ വീഡിയോയുടെ ഫ്രണ്ടിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ കാണിക്കണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. നമ്മൾ ലോങ് ആയിട്ട് നടക്കുമ്പോൾ നല്ല പ്ലേറ്റുകൾ അങ്ങനെ വരും. അപ്പോൾ ഈസി അല്ലേ. എല്ലാവരും ഇനി ഓണത്തിന് സാരി ഉടുക്കാൻ, ഓണത്തിനെന്നല്ല എന്ത് ഫംഗ്ഷൻ വന്നാലും സാരി ഉടുക്കാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും സാരി ഉടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ സാരി ഉടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.